രാവിലെ തന്നെ ഇന്നൊരു യാത്രയിലാണ്. കൊട്ടിയൂരിൽ പോകുന്നതിന് മുമ്പ് കൊട്ടിയൂരിലെ കലം വരുന്ന പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് പോകണം. സുഹൃത്തായ സുരേഷ് ബാബു തില്ലങ്കേരി എന്ന് പറയുന്ന സ്ഥലത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ നിന്നും പിന്നീട് അവന്റെ വണ്ടിയിലാണ് യാത്ര. മനോഹരമായ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. നല്ലൂർ എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമം. ആ ഗ്രാമത്തിന്റെ കാഴ്ചയും ഇങ്ങനെ ആസ്വദിക്കുമ്പോഴും കലം വരുന്ന ഒരു സ്ഥലം കാണണമെന്ന് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. എവിടെ നിന്നാണ് കലം വരുന്നത്, അത് നല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും മാത്രമാണ് എന്ന് അറിയാമായിരുന്നെങ്കിലും അതെവിടെയാണെന്ന് ഇതുവരെ കണ്ടിട്ടില്ല. അത് കാണാനുള്ള ഒരു യാത്രയിലാണ് ഞാനും സുരേഷ് ബാബു. ഇത് കൊട്ടിയൂരിലേക്ക് പോകുന്ന നെയ്യമർദ്ദുകാർ നിൽക്കുന്ന നെയ്യമർദ്ദ മഠമാണ്. ആ മഠത്തിൻ്റെ അടുത്താണ് ഞങ്ങൾ എത്തിയത്. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇവിടെയല്ല, കലം വരുന്നത് വേറൊരു സ്ഥലത്ത് വെച്ചാണ്. അവിടെ നിന്നും ഏകദേശം 500 മീറ്റർ ദൂരമുണ്ട്. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നുപോയി. അവിടെയുള്ള ഒരാളുടെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ ഒരു അമ്പലത്തിലേക്ക്, നല്ലൂരാന്മാരുടെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി വണ്ടി തിരിച്ചു. അവിടെ നിന്നും ഗ്രാമത്തിൻ്റെ ഭംഗിയും ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു യാത്ര വളരെ മനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു. ഒരുപക്ഷെ ആ ഗ്രാമത്തിലെ എല്ലാവരും കാത്തിരുന്ന ഒരു മുഹൂർത്തമാകാം ഇത്. പണ്ടൊക്കെ ആൾക്കാരൊക്കെ പുറത്തിറങ്ങാതെ എല്ലാവരും വാതിലടച്ച് ഇരിക്കുമായിരുന്നു ഈ ഒരു കലം പോകുമ്പോൾ. ഇപ്പോഴങ്ങനെയൊന്നുമില്ല. ഇപ്പോഴെല്ലാവരും ഇത് കാണാനൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഗ്രാമത്തിൻ്റെ ഭംഗിയും പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഫുട്ബോൾ ആരാധകർ ധാരാളം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരുപാട് ഫ്ലക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സുരേഷ് ബാബുവും ഞാനും കൂടി അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നല്ലൂരാന്മാർ കലവും കൊണ്ട് കൊട്ടിയൂരിലേക്ക് പോകുന്നത്. അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മൾ വരുമ്പോൾ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങുന്നതേയുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ ഭക്ഷണം ഒക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതുപോലെ കലം കെട്ടുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിൻ്റേതായ പണിയിലാണ്. എല്ലാവരും വളരെയധികം ഭക്തിയോട് കൂടിയിട്ട്, അതായത് കൊട്ടിയൂരിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ മകം കലം കൊണ്ടുപോകുന്നത്. നല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ നല്ലൂരാന്മാരാണ് ഇതിൻ്റെ ആൾക്കാർ. നല്ലൂരാന്മാരാണ് വ്രതത്തോടുകൂടി, വ്രതശുദ്ധിയോട് കൂടിയിട്ടാണ് ഈ കലം ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്. അവിടെയുള്ള ഒരു ചെറിയ ഒരു ക്ഷേത്രവും പിന്നെ ഒരു ക്ഷേത്ര കുളമുണ്ട് അവിടെ അടുത്ത് തന്നെ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആചാരമാണിത്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇവിടെ നിന്നും കലം പോകുന്നുണ്ടായിരുന്നു. ഓരോ തവണയും ഓരോ ആൾക്കാർ, അതായത് അവരുടെ സ്ഥാനീയരായി നിശ്ചയിക്കുന്ന ഒരു സ്ഥാനീയർക്കാണ് ഇതിൻ്റെ ചുമതലകൾ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഒരു മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് കൊട്ടിയൂരിൽ പോകുന്ന, അല്ലെങ്കിൽ അക്കരെ കൊട്ടിയൂരിൽ നിൽക്കുന്ന അതേ അനുഭൂതി തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങൾ വരണം. ഇതാണ് ഒരു ചെറിയൊരു കുളം. ഇവിടെയാണ് അവരെല്ലാവരും മുങ്ങുന്നത്. മുങ്ങി കുളിച്ചതിന് ശേഷമാണ് കലവുമായിട്ട് പുറപ്പെടുന്നത്. അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. എന്നെ അവിടെ കൊണ്ടുവിടാൻ മാത്രം വന്നിരുന്ന എൻ്റെ സുഹൃത്തായ സുരേഷ് ബാബുവിന് അവിടെ നിന്നും പിന്നീട് പോകാൻ തോന്നിയില്ല. അവൻ പറഞ്ഞു, ഈ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് മാത്രമേ ഞാനും പോകുന്നുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു. എല്ലാവരും ഒരു ഭക്തിയോട് കൂടിയിട്ട് അതുപോലെ തന്നെ നിശബ്ദയോട് കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവിടെ കലം കെട്ടുന്നവരുണ്ട്. അതുപോലെ തന്നെ അതിന് വേണ്ട പനയോലകളെല്ലാം ഇവിടെ തന്നെയുണ്ട്. ഈ പനയോലകളിൽ പൊതിഞ്ഞാണ് കലം കൊണ്ടുപോകുന്നത്. കലം കെട്ടുവാനൊക്കെ പനയോല തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കയറ്, അതായത് ഞങ്ങളിവിടെയൊക്കെ ഈ നാറച്ചെടി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ഒരു ചെടിയുടെ കയറാണ് അതിൻ്റെ തൊലിയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൾക്കാരും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ജോലിയിലും കാര്യത്തിലൊക്കെയാണ്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നവരൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. കലം കെട്ടുന്നവരൊക്കെ കലം കെട്ടുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ അവിടെയുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊടയൊക്കെ കൊട്ടിയൂരിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ കലം വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെരിയ എന്നാണ് പറയുന്നത്. അതൊരു പ്രത്യേക തരം ചപ്പ് കൊണ്ടാണ് ആ തെരിയ ഉണ്ടാക്കുന്നത്. അത് തലയിൽ വെച്ച് അതിൻ്റെ മുകളിലാണ് ഈ കലം വെക്കുന്നത്. അപ്പോൾ ഈ തെരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തെരിയ തലയിൽ വെച്ച് കഴിഞ്ഞാൽ
ഒരിക്കലും നമുക്ക് ചൂട് തോന്നത്തില്ല എന്നാണ് പറയുന്നത്. അതൊരു പ്രത്യേക ഒരു തണുപ്പായിരിക്കും എന്നാണ് ഇത് കൊണ്ടുപോകുന്ന അനുഭവസ്ഥർ പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണെങ്കിലും അവിടെ ഓരോ ആൾക്കാർക്കും ഓരോ സേറ് അരിയുടെ ചോറാണ് വിളമ്പേണ്ടത്. അതൊക്കെ പണ്ട് മുതലുള്ള ചടങ്ങുകളാണ്. ചക്കക്കുരു, വെള്ളരിക്ക, കായ ഇത് മാത്രമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇതാണ് കലം കെട്ടുന്നത്. അതായത് കൊണ്ടുപോകേണ്ട കലം കെട്ടുന്ന ജോലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കലം പണ്ടൊക്കെ നിർമ്മിക്കുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം കൊണ്ട് അവർ നിർമ്മിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു പ്രത്യേക സ്ഥലത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള കലവും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകും. അത് അവസാനം എറിഞ്ഞൊടുക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കയറും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള കയറാണ്, ഒരു ചെടിയുടെ തൊലിയാണ് ആ ഒരു കയറായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പനയുടെ ആ ഒരു ഇലയാണ്, പനയോലയാണ് അത് കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ നിർവൃതിയോട് കൂടിയിട്ട്, അതായത് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ഒരു കൗതുകത്തോട് കൂടിയിട്ട്, ഒരു ഭക്തിയോട് കൂടിയിട്ട് അതെല്ലാം ഞാൻ നോക്കി നിന്നു. ഓട്ടോ ഡ്രൈവർ കണോത്തരയില്ല പോയിട്ടുണ്ട്. നമ്മുടെ കൈയിലാണ്ട് വേണ്ടി പിന്നെ നടക്കാൻ
हेलो, एक कैन पानी और एक डोसा डिलीवरी शॉप पे है क्या? ID का डोसा बटर एक डोसा बटर और एक कैन पानी नॉर्मली नॉर्मल और एक्सेंडर वाला सॉरी ആ നമസ്കാരം. പറഞ്ഞോ. ഇങ്ങനെ പോന്നപ്പാ. അതെ, അറിയാം, കിട്ടുമല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്പർ ഇട്ട് തന്നാൽ പറയാം. ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കില്ല. ഞാൻ കേട്ടാ കാഞ്ഞേരി എനിക്കറിയുന്ന നല്ല കുറ്റിക്കാരൻ. അയാൾ വയനാട്ടിലും പിന്നെ വീരാജ് ഹോട്ടലെല്ലാം പോയിട്ട് കുറ്റിയിരുന്ന ഗോവിന്ദൻ കേട്ടാ. ഞാൻ അയച്ചേരേ. ആ ഓക്കെ.